ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളിന്ന് രാമേശ്വരം കഫേയിലാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ പോയത്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ വീട്ടിൽ നിന്നിപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇതെൻ്റെ ഫ്ലാറ്റിലുള്ള ലിഫ്റ്റാണ്. ഞങ്ങൾ 4ാമത്തെ നിലയിലാണ്. അപ്പം നമുക്ക് താഴെ കാർ പാർക്ക് ചെയ്തെടുത്തേക്ക് പോവാം. എത്ര നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും ലേറ്റ് ആവും. പിന്നെ ലഞ്ച് കഴിക്കാനായതുകൊണ്ട് നമുക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തിയാൽ മതിയല്ലോ. പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. പിന്നെ ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ട്രാഫിക്കിലൊന്ന് കടന്ന് കിട്ടണമല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും നോക്കാം. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ, ജലഹല്ലി അയ്യപ്പ ടെമ്പിള്, ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ട്. ഇത് പിന്നെ സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. ഈ ട്രാഫിക്കിലിങ്ങനെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്ന് പക്ഷേ വേഗം മൂവ് ആയിട്ടുണ്ട്. ചില ദിവസം നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ട്രാഫിക്കിലിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒറിയോൺ മാളിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് രാമേശ്വരം കഫേ വരുന്നത്. ഞങ്ങൾ ഇന്ന് പോകുന്നത് രാജാജി നഗറിലുള്ള രാമേശ്വരം കഫേയിലാണ്. ഇവിടെ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ബാംഗ്ലൂർ ഇന്ദിരാനഗറിലുണ്ട്, പിന്നെ എയർപോർട്ട് ഉണ്ടല്ലോ അവിടെയുണ്ട്, മല്ലേശ്വരത്തുണ്ട്, കുറേ ബ്രാഞ്ചുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ അടുത്ത് ഈ രാജാജി നഗറിലുള്ള രാമേശ്വരം കഫേയാണ്. ഒറിയോൺ മാൾ വഴിയാണ് കേട്ടോ ഇത് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ. ഈ ഒറിയോൺ മാളിൽ പകൽ വരുന്നതിനേക്കാളും നല്ല ഭംഗി രാത്രി വരുന്നതാണ് കേട്ടോ. ഒരു സന്ധ്യയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഫൗണ്ടൻ്റെ അടുത്തുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ്. ഇപ്പം നമ്മൾ റെസ്റ്റോറൻ്റ് എത്തി. അവിടെ നല്ല തിരക്കാണ്. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ളൊരു ലേ ഔട്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ രാമേശ്വരം കഫേ, ഉടുപ്പി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയുള്ള മസാല ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള മസാല ദോശ. ഇവിടുന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ എത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷേ ഇവിടെ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് വലിയ സൗകര്യമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അകത്ത് സൗകര്യം ഉണ്ടാവും ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സീറ്റായിട്ടൊന്നും ഇല്ലെങ്കിലും ആളുകളൊക്കെ ഇതുപോലെ സ്റ്റെപ്പിലും പിന്നെ പുറത്ത് കുറേ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം. ഇതിനകത്തുള്ള തിരക്ക് കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട് കേട്ടോ. സാധാരണ റെസ്റ്റോറൻറ്റ് പോലെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് അകത്ത്. എല്ലാവരും ഇതുപോലെയാണ് കഴിക്കുന്നത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇനി നമുക്കിത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്ത് 3 വലിയ ക്യൂ ഉണ്ട്. അവിടെ പോയി ക്യൂ നിൽക്കണം. പക്ഷെ വിചാരിച്ചതിലും വേഗത്തിൽ ഫുഡ് വന്നു ഞങ്ങൾക്ക്. ഇതൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ക്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഇതുപോലെ നിന്നിട്ട് കഴിക്കാനുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. ഇരുന്നിട്ട് കഴിക്കാനുള്ളതൊന്നുമില്ല. പിന്നെ പുറത്തുള്ളത് ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് വേണം കഴിക്കാൻ. ഇതൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ക്യൂ ആണ്. ഇത് കണ്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ദേവിയെ ഫ്രൂട്ട്സും ഇതൊക്കെ വെച്ചിട്ട് പൂജിച്ചിരിക്കുന്നത്. ഇത് വരമഹാലക്ഷ്മിയുടെ ആണോ അതോ ഇവിടെ എന്നും ഉള്ളതാണോ എന്നറിയില്ല. ഇതുപോലെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഇവരൊക്കെ ഫുഡ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഓരോന്നിനും പ്രത്യേകം സെക്ഷനാണ്. ദോശ, റൊട്ടി അതിന് വേറെയുണ്ട്, പിന്നെ മീൽസിന് വേറെയുണ്ട്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആണ്. നല്ല നീറ്റായിട്ടാണ് നമുക്കിവർ ഫുഡ് തരുന്നത്. ഇതുപോലെ നല്ല ഫ്രഷ് വാഴയിലയിലാണ് എല്ലാം, ചട്നി ഉൾപ്പെടെ എല്ലാം വാഴയിലയിലാണ് തരുന്നത്. ഞങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇത് പൂരിയാണ്, പൂരിയും കുറുമയും ചട്നിയും. പിന്നെ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ, പൊടി ഇഡ്ഡലിയാണ്.
ഇത് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. ചമ്മന്തിപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റൊന്നുമല്ല ഇതിന്. ഇവർ ചിലപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിനും സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇത് മസാല ദോശ. മസാല ദോശയൊക്കെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നോർമൽ മസാല ദോശ പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മീൽസാണ്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇത് ഈ മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ റൈസിൽ, ഇത് മാംഗോ റൈസാണ്. പിന്നെ ബിസിബിളെ ഭാഗത്തുണ്ട്. പിന്നെ ഇത് പൂരി, പിന്നെ എന്താ ബൊബ്ബട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ടൈപ്പ് സ്വീറ്റാണ്. പിന്നെ പുളിയോഗരയാണെന്ന് തോന്നുന്നു, പുളിയോഗര. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇനി നമുക്ക് ഇതുപോലുള്ള സീറ്റാണ് കേട്ടോ കിട്ടിയ കഴിക്കാൻ വേണ്ടിയിട്ട്. നിന്ന് കഴിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ബെഞ്ചിൽ വന്നിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവരുടെ ഫുഡ്. കഴിച്ചവർക്കറിയാം. ഇവിടുത്തെ കോഫിയൊക്കെ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഫേമസുമാണ്. പിന്നെ കേർഡ് റൈസ് ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. പിന്നെ കേസരി ബാത്തുണ്ട്. ഈ മാംഗോ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പൊടി ഇഡ്ഡലിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ട് കണ്ടതാണ്. ഇതിവർ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഡെയിലി മാറ്റുമായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന സമയത്തും ഒരുപാട് ആളുകൾ കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല തിരക്കാണ്. മഴ കുറച്ചൊന്ന് മാറിയപ്പോൾ വേഗം ഇറങ്ങിയതാണ്. കാറിനടുത്തേക്ക് പോകണം, കുറച്ച് നടക്കാനുണ്ടല്ലോ. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീടെത്താറായി. ഇവിടെയും നല്ല മഴ പെയ്തിട്ടുണ്ട്. റോഡ് കണ്ടാലറിയാൻ നിറയെ വെള്ളമുണ്ട്. ഇവിടെയും നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ മഴ. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സായി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പുറത്ത് കിടക്കായിരുന്നു. ഇനിയിപ്പോൾ ട്രെയിൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. ഒരു 3 മിനിറ്റ് മുന്നേ എത്തിയിരുന്നെങ്കിൽ അപ്പുറത്ത് കിടക്കായിരുന്നു. ഇവിടുന്ന് അടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അതിന് പ്രായമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്കും അതെ, വലിയ ആൾക്കാർക്കും അതെ. ട്രെയിന് പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.